കെ ജയകുമാറിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. അല്ല, സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന്റെ പ്രാവശ്യത്തെ തന്ത്രി അദ്ദേഹമല്ല, പ്രാവശ്യം മറ്റൊരാളാണല്ലോ തന്ത്രി, മോഹനന്റെ മകൻ. വലിയവരാണെങ്കിലും സംരക്ഷിക്കപ്പെടില്ല എന്ന സന്ദേശം അവനവന് അർഹതപ്പെട്ട കാര്യങ്ങളേ പറയാനുള്ളൂ. സർ, തന്ത്രി കുടുംബാംഗമാണ്, ഇത്രയും കോടിക്കണക്കിന് വിശ്വാസികൾ വളരെ ആരാധനയോടെ കാണുന്ന ആളാണ്. അത്തരം ഒരാൾ അയ്യപ്പന്റെ സ്വപ്നം കെട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയാൻ ഞാൻ ആളല്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാദമല്ല, ഭക്തർ സ്വാഭാവിക ഒരു ആശങ്കയാണ്. ഇത്രയധികം വിശ്വാസത്തിനൊക്കെ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അയ്യപ്പനെ തോന്നിട്ട് ആളുകൾ പോയി കാലിൽ വീഴുന്ന തന്ത്രിയുടെയാണ്. സ്വർണം പോയിട്ട് അവിടുന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അയ്യപ്പന്മാർക്ക് മുഖം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത്ര ആള് കൂടിയത്. നല്ല വിഷമമുണ്ട്. അതിൽ കൂടുതൽ ഈ അറസ്റ്റിനെ പറ്റി, കേസിനെ പറ്റി ഒന്നും പറയുന്നത് നിയമപരമായി സാധൂകരിക്കത്തക്കതല്ല കേട്ടോ. അശ്വതി, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പോകുന്നത്. എന്താണ് നഷ്ടപ്പെട്ടതെന്ന കാര്യത്തിൽ സ്വാഭാവികമായും അയ്യപ്പന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതായത് സ്വർണം പോയിട്ടും ആളുകൾ ഇത്രയധികം കൂടുന്നില്ല. ഈ വർഷത്തെ തിരക്കും കണ്ടതല്ലേ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും കെ ജയകുമാറിന്റെ പ്രതികരണം, അത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മറുപടി അദ്ദേഹം പറയാൻ തയ്യാറായില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരവാദിത്വം ഇനിയുള്ള കാര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹം ചുമതലയുള്ളപ്പോഴല്ല ഈ ഒരു കൊള്ള നടക്കുന്നത്. അതിനുശേഷം ആ കൊള്ളയുടെ ചീത്തപ്പേര് മാറ്റാനാണ് കെ ജയകുമാറിനെ പോലെ വിശ്വസ്തനായ, അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഉദ്യോഗസ്ഥനെ, മുൻ ഉദ്യോഗസ്ഥനെ അവിടെ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സർക്കാർ കൊണ്ടുവന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ രീതിയിലാണ് പുറത്തു വന്നത്. ശരി, എന്തായാലും വൈകാരികമായ ഒരു പ്രതികരണം മാത്രമാണ് കെ ജയകുമാർ അവിടെ നടത്തിയത്, ദേവസ്വം പ്രസിഡന്റ് നടത്തിയത്. വിഷമമുണ്ട് എന്നാണ് പറഞ്ഞത്. അയ്യപ്പന്റെ ചെറിയ എന്ത് കാര്യം അവിടെ നിന്ന് സ്വർണ്ണമല്ല, എന്ത് തന്നെ ശബരിമലയിൽ നിന്ന് പോയാലും അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മാത്രം വൈകാരികമായി അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇത്തവണ തിരക്ക് കൂട്ടി ശബരിമലയിലേക്ക് വന്നത് എന്ന വൈകാരികമായ ആ മറുപടി മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ചുമതലയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും മാത്രം സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. വി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായക അറസ്റ്റിലേക്ക് SIT കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ഠര രാജീവര് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് കണ്ഠര രാജീവരാണ് എന്നുമുള്ള കണ്ടെത്തൽ SIT അത് ഉറപ്പിക്കുകയായിരുന്നു. അതിനുശേഷം കണ്ഠര രാജീവരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യുന്നു, അതിനൊടുവിൽ അറസ്റ്റിലേക്ക് കടക്കുന്നു. വളരെ തന്ത്രപരമായ നീക്കമായിരുന്നു SIT ഈ കേസിൽ ഈ ഘട്ടത്തിൽ നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. അത് വൈകുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും ഹാജരാക്കുക എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മാറ്റിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിനുള്ള തെളിവടക്കം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തന്ത്രിയെ പോലെ അത്രയും വളരെ പ്രധാനപ്പെട്ട വിശ്വാസികൾ തൊഴുന്ന ഒരാളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ജയിലിലേക്ക് അയക്കാനോ SITക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ അത്രത്തോളം രാജ്യത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. അവിടെ നിന്നാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷണം പോയതും പിന്നീട് തുടർച്ചയായി ഉണ്ടായ അന്വേഷണങ്ങളും SIT വന്നതും അറസ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തന്ത്രി കണ്ഠര രാജീവര് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. TG സജിത്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സജിത്ത്, ഇനിയുള്ള SITയുടെ നീക്കങ്ങൾ അത് നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട്. ഈ തന്ത്രിയിൽ അവസാനിക്കുമോ? ഇത് അവസാന ലാപ്പാണോ അന്വേഷണത്തിന്റെ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മുടെ പക്കലില്ല. 19-ാം തീയതിയാണ് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും അതിനകം ചെയ്തു തീർക്കേണ്ടത് SITക്ക് എന്നുള്ളതും വളരെ പ്രധാനം. അശ്വതി, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ സമയം ദീർഘിപ്പിച്ച് നൽകിയ കോടതി തീരുമാനമുണ്ട്. അതുകൊണ്ട് സാവകാശം പോകാം മുന്നോട്ട്. പക്ഷേ
അത് പഴുതടച്ചുള്ള ഒരു നീക്കമായിരിക്കണമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് അന്വേഷണം സാധാരണ രീതിയിൽ നടക്കുന്ന അന്വേഷണം പോരാ, മറിച്ച് പഴുതടച്ച അന്വേഷണം ആവണം, അതിൽ കൃത്യത ഉണ്ടാവണം. കാരണം കോടതി ഓരോ ഘട്ടത്തിലും നിരീക്ഷിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള നീക്കത്തിൽ ചില എതിർപ്പുകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നെങ്കിൽ കൂടിയും ഇതുവരെ കോടതി പൊതുവിൽ മതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിലനിർത്താൻ അന്വേഷണ സംഘത്തിന് ബാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ കടന്നു പോവേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഉയർന്നതാണ്, നമ്മൾ കണ്ടതാണ് ഡി മണി എന്ന പേര്. അതായത് പുരാവസ്തു സംഘ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, അതിൽ ഡി മണി എന്ന ഒരു വ്യാപാരി കൂടി ഉൾപ്പെടുന്നു എന്ന രമേശ് ചെന്നിത്തലയുടെ ആദ്യഘട്ട വെളിപ്പെടുത്തലുകളും പിന്നാലെ മറ്റൊരു വ്യവസായം നടത്തിയ മൊഴിയും, അങ്ങനെയാണ് ഡി മണി എന്ന വ്യക്തിയിലേക്ക് എത്തുന്നത്. അന്വേഷണ സംഘത്തിന്റെ പക്ഷേ ആ നീക്കത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാവുന്നത്. അങ്ങനെ ഡി മണിക്ക് ഒരു ക്ലീൻ ചിറ്റ് എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന സാധ്യതകൾ. അങ്ങനെ വരുന്ന സൂചനകൾ ഓരോന്നും പരിശോധിച്ച് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതാണ് നിലവിൽ നമുക്ക് വ്യക്തമാവുന്ന കാര്യവും. അങ്ങനെ ആ മുന്നോട്ട് പോക്കിനിടയിലാണ് തന്ത്രി കൂടി അതിൽ ഉൾപ്പെടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ തന്ത്രിയുടെ അറസ്റ്റിനെ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം വിമർശിക്കപ്പെടാനുള്ള സാധ്യത വിദൂരമായെങ്കിലും ഉണ്ട്. പക്ഷേ അന്വേഷണ സംഘം ഒരുപക്ഷെ ഇതിൽ തെളിവുകൾ കൃത്യമായും ശേഖരിച്ചിരിക്കാം. കാരണം കോടതിക്ക് മുന്നിൽ നേരിട്ടെത്തുന്നതാണ് എന്ന് മാത്രമല്ല, തന്ത്രിയെ പോലെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തിനും ബോധ്യമുള്ളതാവാം. അതുകൊണ്ട് ആ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കാം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഉണ്ടാവേണ്ട ചോദ്യം കണ്ഠരര് രാജീവർക്കപ്പുറം മറ്റാരിലേക്ക് എന്ന ചോദ്യമാണ്. ശബരിമലയിൽ നേരത്തെ കെ ജയകുമാർ അദ്ദേഹം സൂചിപ്പിച്ച ഒരു സൂചനയുണ്ട്. നിലവിലെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരാണ്. ഇത് നോക്കുമ്പോൾ മുൻ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ശബരിമല കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള താന്ത്രിക പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, കണ്ഠരര് രാജീവരെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ മകനടക്കമുള്ളവർ അവിടുത്തെ താന്ത്രിക ചുമതലകൾ വഹിച്ച് മുന്നോട്ട് വരികയുണ്ട്. കണ്ഠരര് ബ്രഹ്മദത്തൻ അദ്ദേഹം ചുമതലകളിൽ കഴിഞ്ഞ സീസൺ തൊട്ടേ അദ്ദേഹം സജീവമായിട്ടുണ്ട്. അങ്ങനെ ആണ് അവിടുത്തെ താന്ത്രിക കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ താന്ത്രിക ചുമതല വഹിച്ച് വരുന്നവരും നിയമത്തിൻ്റെ മുന്നിൽ സമന്മാരാണ് എന്നൊരു കാര്യം കൂടിയാണ് SITയുടെ ഈ നീക്കത്തിലൂടെ പുറത്തു വരുന്ന കാര്യം. ഇനി ആര് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം ഉണ്ടാവേണ്ടതുണ്ട്. അത് ആരിലേക്ക് കടക്കുമെന്ന ചോദ്യമാണ്. ഒരുപക്ഷെ SIT തന്ത്രിയെ പിടികൂടിയപ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ പിടികൂടുന്നില്ല എന്ന ചോദ്യം ഒരുപക്ഷെ രാഷ്ട്രീയമായി കൂടി ഉയർന്നു വരാനുള്ള സാധ്യത ചെറുതല്ല. സാധ്യതയുണ്ട് അത്തരം ചോദ്യങ്ങൾക്ക്. അങ്ങനെയെങ്കിൽ SITയുടെ നീക്കം ആ തരത്തിൽ കൂടി ഉണ്ടാവേണ്ടി വരുമെന്നതാണ് സാഹചര്യം. എന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് അന്വേഷണ സംഘം എന്നതാണ് സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമൊക്കെ പൊതുവിൽ ഇത് നൽകുന്ന രാഷ്ട്രീയ ആശ്വാസം. കാരണം SITയുടെ ഏത് നീക്കവും കോടതി നിരീക്ഷണത്തിലാണ് എന്നതിനാൽ തന്നെ അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന വാദം ഉന്നയിക്കാൻ സർക്കാരിനും രാഷ്ട്രീയ നേതൃത്വത്തിനും കഴിയുന്നു എന്നതാണ്. സ്വാഭാവികമായും ഈ തന്ത്രിയുടെ അറസ്റ്റും ആ ഒരു വാദം ഉന്നയിച്ച് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയും. എന്തായാലും ഈ വിഷയത്തിൽ വരാൻ പോകുന്നത് തുടർ പ്രതികരണങ്ങളും അതിൻ്റെ സാധ്യതകളുമാണ്. നമുക്കറിയാം, ഈ അറസ്റ്റ് ഉണ്ടാക്കുന്ന തുടർ ചലനങ്ങൾ ചെറുതായിരിക്കില്ല. രാഷ്ട്രീയമായ ചലന സാധ്യതകളുണ്ട്. അതിൽ പ്രതിപക്ഷം UDF കോൺഗ്രസ് നേതാക്കളൊക്കെ എന്ത് നിലപാടെടുക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് എന്ന പശ്ചാത്തലം നമുക്ക് മുന്നിൽ ഉള്ളതുകൊണ്ട് കൂടി തന്നെ ഈ അവരുടെ നിലപാടുകൾക്ക് പ്രസക്തി ഏറെയാണ്. മറ്റൊന്ന്, BJP സംഘപരിവാർ സംഘടനകളും ഈ അറസ്റ്റിനോട് സ്വീകരിക്കുന്ന സമീപനവും ശ്രദ്ധേയമാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ എന്തായാലും തന്ത്രിക്കെതിരെയും പോസ്റ്റുകളൊക്കെ പുറത്തു വന്നു തുടങ്ങി. അങ്ങനെ സജീവമായ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് തന്ത്രിയുടെ അറസ്റ്റ് കടക്കുകയാണ്. വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് എന്തായാലും അന്വേഷണ സംഘം മുന്നോട്ട്. ശരി സജിത്ത്, എന്തായാലും സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട അറസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.